ബാബർ അതിക്രൂരനായ അധിനിവേശക്കാരൻ, നഗരങ്ങളിലെ ജനസഞ്ചയങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയാൾ. 8ാം ക്ലാസ്സിലെ പുതിയ NCERT സാമൂഹ്യ പാഠപുസ്തകം ഇതുമാത്രമല്ല പറയുന്നത്. അക്ബറുടെ ഭരണം ക്രൗര്യം നിറഞ്ഞതായിരുന്നു. ഔറംഗസേബ് ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും തകർത്തെറിഞ്ഞു. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണകാലം മതപരമായ ഹിംസകൾ നിറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുകയാണ് പുതിയ പുസ്തകത്തിൽ. ഇതുവരെ ബാബറുടെയും അക്ബറുടെയും ഹുമയൂണിന്റെയും ഔറംഗസേബിന്റെയും ഒക്കെ ചരിത്രം തമസ്കരിക്കുന്നതായിരുന്നു ശീലം. പക്ഷേ ഇപ്പോഴത് പൊളിച്ചെഴുതി പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. പടയോട്ടങ്ങളും അധിനിവേശങ്ങളും നിറഞ്ഞതാണ് ലോക ചരിത്രം. അതിലേതെങ്കിലും തെറ്റാണെന്നോ ശരിയാണെന്നോ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇരുന്ന് പറയുന്നതിനും വലിയ അബദ്ധം വേറെയില്ല. കുറ്റം പറയരുതല്ലോ. ചരിത്രത്തിലെ അതിക്രമങ്ങളുടെ പേരിൽ ആരെയും ഉത്തരവാദികളാക്കരുത് എന്നൊരു ഫുട് നോട്ട് ആ പാഠത്തിന്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ചരിത്ര പാഠപുസ്തകത്തിലെ അതിക്രൂരന്മാർ. 8ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം പുസ്തകത്തിന്റെ 1ാം ഭാഗം ഈ ആഴ്ചയാണ് പുറത്തു വന്നത്. എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യൻ ആൻഡ് ബിയോണ്ട് എന്നാണ് തലവാചകം. പുതിയ NCERT പുസ്തകങ്ങളിൽ മുഗൾ ഭരണം പരാമർശിക്കുന്ന ആദ്യ പാഠപുസ്തകവും ഇതാണ്. നേരത്തെ ഡൽഹി സുൽത്താനേറ്റ് പഠനം 7ാം ക്ലാസ്സിലായിരുന്നു. അത് എടുത്തു കളഞ്ഞാണ് പുതിയ ചരിത്രം എഴുതി 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. 13ാം നൂറ്റാണ്ട് മുതൽ 17ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമാണ് പുസ്തകം പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഉദയം മുതൽ അന്ത്യം വരെയാണ് പരാമർശം. മുഗൾ ഭരണകാലം രാഷ്ട്രീയ അസ്ഥിരതയുടേതായിരുന്നു എന്നും ഗ്രാമങ്ങളെ കൊള്ളയടിച്ചെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളും പാഠശാലകളും തച്ചു തകർത്ത കാലമെന്നാണ് തുടർന്നു പറയുന്നത്. ക്ഷേത്രങ്ങൾ തകർത്തതിനെ കുറിച്ച് 1ഓ 2ഓ ഇടത്തല്ല, നിരവധി ഖണ്ഡികകളിൽ പുസ്തകം ആവർത്തിക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന മുഗൾ ചരിത്രത്തിൽ ഇത്തരം പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബറുടെ ഭരണകാലത്തെ സാംസ്കാരിക വളർച്ചയുടെ സുവർണകാലമെന്ന് വിശേഷിപ്പിച്ചിരുന്ന പാഠപുസ്തകങ്ങളായിരുന്നു മുൻപുണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലെയും കരിക്കുലത്തിൽ ഇപ്പോഴും മുഗൾ ഭരണകാലത്തെ ഗുണപരമായാണ് പഠിപ്പിക്കുന്നത്. NCERT പാഠപുസ്തകങ്ങൾ അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ ഫണ്ട് നൽകില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളാണ് ഇപ്പോഴും സ്വന്തം സിലബസുമായി മുന്നോട്ട് പോകുന്നത്. 8ാം ക്ലാസ് പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ നോക്കൂ. അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറൽ ആയിരുന്ന മാലിക് കഫൂർ നിരവധി ഹിന്ദു മേഖലകൾ ആക്രമിച്ചു. ശ്രീരംഗം, മധുര, ചിദംബരം എന്നിവയ്ക്കൊക്കെ പുറമെ രാമേശ്വരവും ആക്രമിച്ചിരിക്കാം. മറ്റൊരു പരാമർശം ഇങ്ങനെയാണ്: മുഗൾ ഭരണകാലത്ത് ബുദ്ധ, ജൈന, ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ബിംബങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇത്തരം അതിക്രമങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മതപരമായ അസഹിഷ്ണുത കൊണ്ട് നടത്തിയതാണ്. ജിസിയ എന്ന നികുതിയെക്കുറിച്ച് 8ാം ക്ലാസ് പാഠപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ഏർപ്പെടുത്തിയ ജിസിയ നികുതി വലിയ നാണക്കേടുണ്ടാക്കിയെന്നും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ഉപാധിയായിരുന്നു ഈ നികുതി എന്നുമാണ് പുസ്തകത്തിലുള്ളത്. എന്നാൽ 7ാം ക്ലാസ്സിലെ പഴയ പുസ്തകത്തിൽ ഭൂനികുതിക്കൊപ്പം മുസ്ലിങ്ങൾ അല്ലാത്തവർ നൽകിയ നികുതി എന്ന് മാത്രമാണ് വിശേഷണം. ഇനി ബാബറെ കുറിച്ച് പറയുന്നത് നോക്കൂ. ബാബറുടെ ആത്മകഥ അദ്ദേഹത്തിന്റെ സാംസ്കാരികമായും ബുദ്ധിപരമായും ഉയർന്ന നിലയിലുള്ളയാളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് ശരിയല്ല. ബാബർ അതിക്രൂരനായ, ദയയില്ലാത്ത അധിനിവേശക്കാരനായിരുന്നു. നഗരങ്ങളിലെ ജനസഞ്ചയങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി. സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി. കൊന്ന ആളുകളുടെ അസ്ഥികൾ കൊണ്ട് മാളികകൾ പണിയുന്നതിലും അഭിമാനം കൊണ്ടു. ബാബറിനെ കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ അക്ബറിനെ കുറിച്ചും ഇതുവരെ കേൾക്കാത്ത കഥകളുണ്ട്. അക്ബർ ചിറ്റോർഗഡിലെ രജപുത്ര കോട്ട ആക്രമിച്ചു. ആക്രമണത്തിനു ശേഷം 30,000 നാട്ടുകാരെ വധിക്കാൻ ഉത്തരവിട്ടു. ഇങ്ങനെ അക്ബറിനെ കുറിച്ചുള്ള വിശേഷണം തുടരുകയാണ്. അന്യമതസ്ഥരുടെ നിരവധി കോട്ടകൾ ആക്രമിച്ചെന്നും അവിടെയെല്ലാം ഇസ്ലാം മതം സ്ഥാപിച്ചുവെന്നും അക്ബറുടെ വിജയ സന്ദേശത്തിൽ പറയുന്നുണ്ടെന്നുമാണ് പുസ്തകത്തിൽ. രക്തദാഹികളായ വാളുകൾ കൊണ്ട് അവിശ്വാസികളെ തുടച്ചു നീക്കിയതായി അക്ബർ അവകാശപ്പെട്ടെന്നും പുസ്തകം എഴുതി വയ്ക്കുന്നു. ഹിന്ദുസ്ഥാനിയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങൾ നശിപ്പിച്ചെന്ന് അക്ബർ പറഞ്ഞതായും ഈ പുസ്തകത്തിലുണ്ട്. അക്ബർ പിന്നീട് ഇതര മതസ്ഥരോട് സഹിഷ്ണുത കാണിച്ചെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് ആ ഭരണത്തിൽ സ്ഥാനം ലഭിച്ചില്ല. ഇതാണ് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതര മതസ്ഥരോട് സഹിഷ്ണുതയോടെ പെരുമാറിയ അക്ബർ എന്നായിരുന്നു ഇതുവരെ പഠിച്ച ചരിത്രത്തിലുണ്ടായിരുന്നത്.
സഹിഷ്ണുത പിന്നീട് കാണിച്ചെന്ന് സമ്മതിക്കുന്ന പുസ്തകം പക്ഷേ മുസ്ലിങ്ങളല്ലാത്തവർക്ക് നീതി ലഭിച്ചില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഔറംഗസേബിനെ കുറിച്ച് പുസ്തകത്തിലുള്ള ഭാഗമാണ് ഏറ്റവും വിചിത്രം. ഔറംഗസേബിനെ കുറിച്ച് ചില ചരിത്രകാരന്മാർ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ക്ഷേത്രങ്ങൾക്ക് ഔറംഗസേബ് സംരക്ഷണം നൽകിയത് ചൂണ്ടിക്കാണിച്ചാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ ഔറംഗസേബിന്റെ ഭരണകാലത്തും സ്വന്തം മതപരമായ താല്പര്യങ്ങൾ മുന്നിൽ നിന്നായി കാണാം എന്നാണ് പുസ്തകം എഴുതി വയ്ക്കുന്നത്. സ്കൂളുകളും ക്ഷേത്രങ്ങളും നശിപ്പിക്കാൻ ഔറംഗസേബ് ഗവർണർമാർക്ക് ഉത്തരവ് നൽകി. ബനാറസ്, മഥുര, സോമനാഥ് എന്നിവിടങ്ങളിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ഗുരുദ്വാരകളും ജൈന ക്ഷേത്രങ്ങളും ഔറംഗസേബിന്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടെന്നും ഈ പുസ്തകത്തിലുണ്ട്. മുഗൾ ഭരണകാലത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള വിവരണങ്ങൾക്കു ശേഷം ഛത്രപതി ശിവജിയുടെ മാഹാത്മ്യം പറയുന്നതാണ് അടുത്ത അധ്യായം. ശിവജി മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റും ട്രൂ വിഷണറിയുമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടവരിൽ ഒരാളായാണ് ശിവജിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശിവജി അടിമുടി ഹിന്ദുവായിരുന്നു എന്നും മറ്റു മതങ്ങളെ ബഹുമാനിക്കുമ്പോഴും സമത്വത്തിനായി നിലകൊണ്ടെന്നുമാണ് വിവരം. തകർത്ത ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ച മഹാൻ എന്നാണ് ശിവജിക്കുള്ള മറ്റൊരു വിശേഷണം. മുസ്ലിം ഭരണാധികാരികൾ മുഴുവൻ അതിക്രൂരന്മാരും ഹിന്ദു ഭരണാധികാരികളൊക്കെ മഹാന്മാരുമാകുന്നതാണ് 8ാം ക്ലാസ്സിലെ ഈ പാഠപുസ്തകം. പ്രത്യക്ഷത്തിൽ തന്നെ ഇത്രയും മതനിന്ദയുള്ള പുസ്തകം വേറെ ഇല്ലെന്ന് കാണാം. ഇതാണ് ഇന്ത്യയിലെ കുട്ടികൾ പഠിക്കേണ്ട ചരിത്രം. ഹിന്ദു രാജാക്കന്മാരെല്ലാവരും മഹാന്മാരാണെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അത് ആ മതസ്ഥരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഇസ്ലാം മതസ്ഥരെല്ലാം നിന്ദരാണ് എന്ന് പറയുകയാണ് മതേതര രാജ്യത്തെ ഈ പുസ്തകം. ഒരു ചരിത്ര പുസ്തകത്തിലും ഉണ്ടാകരുതാകാത്തതാണ് ഇത്തരം പരാമർശങ്ങൾ. കുട്ടികൾ പഠിക്കേണ്ടത് അതതു കാലത്തെ ജനസഞ്ചയങ്ങളുടെ ജീവിതമാണ്. ലോകമെങ്ങും ചരിത്രം പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇതിലപ്പുറം എന്തു പറയാൻ? സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.